ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല സീറോ ബാലൻസ് അക്കൗണ്ടാണ് SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് SBIയുടെ ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോ KYCയിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാലറി അക്കൗണ്ടായിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മറ്റു ബാങ്കുകളിൽ തുടങ്ങുന്ന സേവിംഗ് അക്കൗണ്ടുകളുടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഈ സേവിംഗ് അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ATM കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് പാസ്ബുക്കും ചെക്ക് ബുക്കും ലഭിക്കുന്നതാണ്. അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ ആപ്പും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഈ അക്കൗണ്ടിൽ പരിധിയില്ലാതെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മാത്രമല്ല ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് കൂടെയാണ്. മറ്റേതൊരു സേവിംഗ് അക്കൗണ്ടുകളെക്കാളും കൂടുതൽ ബെനിഫിറ്റുകൾ SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് നൽകുന്നത് കൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങളൊരു SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് യോനോ ആപ്പ് വഴി SBIയുടെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പുകളുമാണ്. തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ക്ഷമയോടെ കണ്ടു കഴിഞ്ഞാൽ ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. എങ്ങനെയാണ് SBIയുടെ സീറോ ബാലൻസ് അക്കൗണ്ടായ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് തുടങ്ങുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ യോനോ SBI എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ SBI ബാങ്കിൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ യോനോ ആപ്പ് വഴി മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി യോനോ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ യോനോ ആപ്പ് കിട്ടും. ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വലത് സൈഡായിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് എനേബിൾ ആയി വരും. ഇതെവിടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതെവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ യോനോ ആപ്പ് ഫസ്റ്റ് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ വൈൽ യൂസിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിലവിലൊരു SBI അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഫസ്റ്റ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ്സ് ഗെറ്റ് എ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് SBI ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ യോനോ ആപ്പ് ഉപയോഗിക്കാം. നമുക്ക് ഈ ന്യൂ ടു SBI എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അല്ല ആവശ്യം. നമുക്ക് SBI ബാങ്കിൽ ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഓപ്പൺ നമുക്ക് സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഓപ്പൺ സേവിംഗ് അക്കൗണ്ട് ഇന്ത്യൻ റെസിഡൻഷ്യൽ ആണെങ്കിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ താഴെ ഓപ്പൺ ഇൻസ്റ്റാ സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇവിടെ മുകളിൽ കണ്ട ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ വിത്തൗട്ട് നമുക്ക് ബ്രാഞ്ച് വിസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വരും. ഇവിടെയാണ് നമുക്കതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെറിയ ടിക്ക് മാർക്ക് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് കണ്ടോ, അതായത് ഇവിടെ ഓപ്പൺ ഇൻസ്റ്റാ സേവിംഗ് പ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെ വരും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് ബ്രാഞ്ച് വിസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ KYC ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള നമ്മൾ ഏത് ബ്രാഞ്ചാണ് വയ്ക്കുന്നത് ആ ബ്രാഞ്ചിൽ പോയി നമുക്ക് KYC ചെയ്യണം. അപ്പോൾ ബ്രാഞ്ചിൽ പോവാതെ തന്നെ നമുക്ക് തുടങ്ങണമെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ഓപ്പൺ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോ KYC വഴി തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇൻസ്റ്റാ പ്ലസ് സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് വേണമെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കുക. സാലറി ക്രെഡിറ്റ് ആവാത്ത അക്കൗണ്ടാണെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കാതെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എ ന്യൂ അക്കൗണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാം. അതിന് താഴെ റെസ്യൂം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാം. ഈ റെസ്യൂം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പകുതി വഴിക്ക് നമ്മുടെ ഫോണിൽ നിന്ന് പോകാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ആപ്ലിക്കേഷൻ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാസ്വേഡ് ഞാൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീണ്ടും അതിലേക്ക് കടക്കാനാണ് ഈ റെസ്യൂം ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വേണം നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ
ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഫുൾ KYC അക്കൗണ്ടായിട്ടാണ് നമുക്ക് ഈ ഇൻസ്റ്റാ പ്ലസ് സേവിങ് അക്കൗണ്ട് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ച് ഒന്നും വിസിറ്റ് ചെയ്യേണ്ട, വീഡിയോ KYC വഴിയാണ് ചെയ്യുന്നത്. ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല 18 വയസ്സിന് മുകളിൽ നമ്മൾ വേണം. പാൻ കാർഡ്, ആധാർ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ KYC ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇതൊരു 0 ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉള്ള ഒരാളായിരിക്കുകയും വേണം എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ മതി. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഒരു ടിക്ക് മാർക്കുണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കുറച്ച് പ്രോസസ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അക്കൗണ്ട് ആരംഭിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതായത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറുമായിട്ടും പാൻ കാർഡും ആ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓപ്ഷണൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇമെയിലും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ മെസ്സേജ് വന്നിട്ടില്ല, OTP വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിൽ OTP വരുത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇമെയിൽ ID കൂടെ നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മിറ്റെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP അയക്കും. ഫോണിലേക്ക് മാത്രമല്ല ഇമെയിലിലേക്കും അയക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെസ്സേജ് വന്നു, ആ മെസ്സേജിൽ ഒരു OTP ഉണ്ട്. ആ വൺ ടൈം പാസ്വേഡ് ഞാനിവിടെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് നോക്കിയെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ആപ്പിലേക്ക് പോകുക. നിങ്ങൾക്ക് Gmail ആപ്പ് ഉണ്ടാകും, ഗൂഗിൾ മെയിൽ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അവസാനമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ കണ്ടു, SBI എന്ന് പറഞ്ഞ മെസ്സേജ്, OTP റിക്വസ്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അത്. അപ്പോൾ ഇതിലിതാ ഇവിടെ ഒരു OTP എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് നോക്കിയിട്ടോ നിങ്ങൾ അതും കൂടെ നിങ്ങൾ ഈ ആപ്പിനകത്ത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതുപോലെ കോപ്പി ചെയ്ത് എടുക്കാം. അതിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ നേരെ യോനോ ആപ്പിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ ആ ഇമെയിൽ OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ OTP ഒന്നും വരുന്നില്ല, റീസെൻറ്റ് മൊബൈൽ OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ മുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് പ്ലീസ് ക്രിയേറ്റ് യുവർ ആപ്ലിക്കേഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞു വരും. അതായത് ഈ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം കാണിച്ചില്ല ആപ്ലിക്കേഷൻ റെസ്യൂം ചെയ്യുക. അതായത് വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് അത് വർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് നിങ്ങൾക്കത് വീണ്ടും ഈ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിന് ഈ പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ മൊബൈൽ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് കയറി നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പാസ്വേഡ് നിങ്ങൾ പ്രത്യേകം എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഓർമ്മിച്ച് വയ്ക്കുകയോ ചെയ്യുക. മിനിമം 8 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് വേണം. നിങ്ങൾ ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്യാനൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് 2 പ്രാവശ്യം അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ കണ്ടോ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പാസ്വേഡ് മറന്നുപോയാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് പുതിയൊരു റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ ആൻസർ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും തിരഞ്ഞെടുക്കാം. അതിൻ്റെ ആൻസർ പക്ഷേ നിങ്ങൾ തന്നെ കൊടുക്കുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. അതിൽ അല്ലാതെ യഥാർത്ഥ ആൻസർ അല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തിരക്കാം. വിച്ച് ഈസ് ദ വെബ്സൈറ്റ് റെയർലി. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് തന്നെ ഇവിടെ അതിൻ്റെ ആൻസറായിട്ട് ഞാൻ തന്നെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുക, അതിൻ്റെ ആൻസർ നിങ്ങൾ കൊടുക്കുക. പക്ഷേ പിന്നീട് നിങ്ങളത് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അവിടെ ആൻസറായിട്ട് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ ഈ പാസ്വേഡുകൾ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് 15 ദിവസത്തിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിത് റിജക്റ്റ് ആവും. പിന്നീട് നമുക്ക് ആപ്ലിക്കേഷൻ റീ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓക്കെ എന്ന് പറഞ്ഞ് എഗ്രി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ
ഇവിടെ ഒരു ടിക്ക് മാർക്ക് നമ്മൾ ഒന്ന് ടിക്ക് കൊടുക്കുക. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദായ നികുതി വകുപ്പിന് നമ്മൾ കീഴിൽ വരുന്നവരാണെന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമുക്ക് 6 പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ അതിന് മുന്നേ ഇവിടെ കണ്ടോ, നമുക്ക് ആധാർ കൺസെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഇതെല്ലാം വായിച്ച് നോക്കാം. നമ്മുടെ ആധാർ വിവരങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു എഗ്രിമെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മലയാളത്തിൽ നമുക്ക് വായിച്ചു കൊടുക്കാൻ ഇവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗ്രി ടു എബോവ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം താഴെയുള്ള വലത് സൈഡുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകും. ഫസ്റ്റ് പേജിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് 6 പ്രോസസ്സാണ് മുകളിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. ആധാർ നമ്പർ നമ്മൾ നേരെ തൊട്ട് മുന്നിൽ നമ്മൾ ആധാർ വിവരങ്ങൾ നൽകാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിൽ OTP വരികയും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കടക്കാനും പറ്റുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ കൊടുത്തു. അതിനുശേഷം ഗെറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇതാ ഇവിടെ കണ്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ OTP വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലത് സൈഡ് റീസെൻറ്റ് OTP എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ OTP വരുന്നതിന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ OTP വരുന്നില്ല. ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരിക്കൽ കൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരിക്കൽ കൂടെ നോക്കുകയാണ്. കണ്ടോ എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് മെസ്സേജ് ഓപ്ഷൻ നോക്കി. മെസ്സേജിലൊന്നും വന്നിട്ടില്ല. SBIയുടെ OTP മാത്രമാണ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും യോനോ ആപ്പിലേക്ക് വന്നു. യോനോ ആപ്പ് ഓപ്പൺ ചെയ്തു. OTP വന്നിട്ടില്ലാത്തതുകൊണ്ട് റിക്വസ്റ്റ് OTP എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എനിക്കിവിടെ OTP വന്നു. ആ OTP എടുത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന കുറച്ച് സ്ലോയിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക OTP ടൈപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആധാർ കൺസെൻറ്റ് കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആധാറിലുള്ള വിവരങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിവിടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നമുക്ക് താഴെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ അഡ്രസ്സിൽ എന്തെങ്കിലും തെറ്റുണ്ട്, പുതിയൊരു അഡ്രസ്സാണ്. നമ്മൾ ഈ ടിക്ക് മാർക്ക് നമ്മളൊന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അല്ലെങ്കിൽ താഴെയുള്ള ടിക്ക് മാർക്ക് ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട. അതിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് നോക്കി ഒന്ന് അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ താഴെയുള്ള ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആധാറിലുള്ള വിവരങ്ങളല്ല എങ്കിൽ നമുക്ക് പുതുതായിട്ടുള്ള അഡ്രസ്സ് വിവരങ്ങൾ ആഡ് ചെയ്യാനാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് താഴെ വലത് സൈഡ് കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. കണ്ടോ ഇവിടെ മുകളിൽ 2 എന്ന് പറഞ്ഞ് കാണിച്ചു. ഇവിടെ നമുക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ആധാറും പാൻ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നിലവിൽ ഒരു SBIയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇത് അല്ലെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു. ഞാനിവിടെ താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈനായിട്ടൊരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി വേണം ചെയ്യാൻ. അതായത് നിങ്ങളുടെ വിവരങ്ങളൊക്കെ SBI ബാങ്കിലുണ്ട്, പഴയൊരു അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ അക്കൗണ്ടോ എന്തെങ്കിലും ലോൺ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ അടുത്ത പ്രോസസ്സ് കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ആധാറിലുള്ള ഫോട്ടോ പാൻ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകും. ഇവിടെ നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് കുറേയധികം കാര്യങ്ങൾ, അച്ഛൻ്റെ പേര്, നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച സ്ഥലം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ അത്രയും പുതിയൊരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഇനിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട്, കഴിഞ്ഞ SBI അക്കൗണ്ട് ഓപ്പണിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മദേഴ്സ് നെയിം എന്ന് പറയുന്നതിന് താഴെ നിങ്ങൾക്ക് മദേഴ്സ് നെയിം ഉണ്ട്, നിങ്ങളുടെ അമ്മയുടെ പേര്, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്രി ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് വരുമ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വരും. നിങ്ങളുടെ ജോലിയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, സാലറീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യമാണോ അത് നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതർ പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആനുവൽ ഇൻകം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനമാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് താഴെയൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷമൊക്കെ ആയിരിക്കും, അതൊന്ന് നിങ്ങൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മതം ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ OBC ആണോ ജനറൽ ആണോ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4ാമത്തെ പേജിലേക്ക് പോകും. അതായത് 4ാമത്തെ പ്രോസസ്സ് മുകളിൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നോമിനി ഡീറ്റെയിൽസ് ആണ്. ഇത് നിർബന്ധമായിട്ടും ഈ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര്, അതായത് നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ ആർക്ക് കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ അമ്മയുടെ പേരാണെങ്കിൽ മദർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നോമിനി ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം അവരുടെ അഡ്രസ്സ് ചോദിക്കും. ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്ക് അതേ അഡ്രസ്സിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളത് ചെയ്യുക. അതിനുശേഷം വരുന്നത് നോമിനി ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാഞ്ചാണ്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള SBI ബ്രാഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബ്രാഞ്ചിൻ്റെ കോഡ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ച് നെയിം സെലക്ട് ചെയ്തിട്ട് അവിടെ എൻ്റർ ബ്രാഞ്ച് നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേരോടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ എഴുതി കാണിക്കും. ബ്രാഞ്ചിൻ്റെ ഫുൾ നെയിം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണ്. താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടുത്തൊരു പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഇവിടെ 5ാമത്തെ സെക്ഷനാണ്. ഇവിടെ നാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ വായിച്ചു നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്തല്ലേ സ്ലൈഡ് ചെയ്ത് വിരൽ കൊണ്ടിങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഏറ്റവും താഴെ എഗ്രിമെൻറ്റിൻ്റെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഈ OTP, അതായത് നമ്മൾ ഒരു അപേക്ഷ നമ്മൾ ബാങ്കിൽ പോയി കൊടുക്കുന്നതിന് തുല്യമായിട്ട്, പേപ്പറിൽ കൊടുക്കുന്നത് തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്നതിന് പകരമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. അതിനുശേഷമാണ് ഈ OTP നമ്മൾ കൺഫേം ചെയ്യുന്നതിനാണ് നമ്മുടെ മൊബൈലിലേക്ക് OTP വരുന്നത്. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ്. അതായത് നമുക്കൊരു ഡെബിറ്റ് കാർഡ്, ATM കാർഡ് വേണമല്ലോ, ഇവർ സൗജന്യമായിട്ട് ഈ കാർഡ് തരുന്നതാണ്. അപ്പോൾ ഈ കാർഡ് റുപ്പേ ഡെബിറ്റ് കാർഡാണ് തരുന്നത്, ATM കാർഡ്. അപ്പോൾ അതിൽ ഏത് പേരാണോ നമുക്ക് വേണ്ടത് ആ നെയിം നമുക്കവിടെ നെയിം ഓഫ് ഓൺ കാർഡ് എന്ന് പറഞ്ഞ താഴെയായിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ആപ്ലിക്കേഷൻ സബ്മിറ്റായി. അപ്പോൾ നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ കിട്ടും. ഈ ടോക്കൺ നമ്പർ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയോ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ സക്സസ്ഫുള്ളി മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോനോ ആപ്പിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ട്രാക്ക് ചെയ്യാൻ എന്തൊക്കെ എവിടെ സംഭവിച്ചോ അക്കൗണ്ട് ഓപ്പൺ ആയോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഈ ടോക്കൺ നമ്പർ ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെൻറ്റായ വീഡിയോ KYCയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി താഴെയുള്ള ആ കൺസെൻറ്റ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീഡിയോ KYC പ്രോസസ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതോടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് 3 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മളൊരു ഫോട്ടോയും പാൻ കാർഡിൻ്റെ ആധാറിൻ്റെയും ഫോട്ടോ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ഈ വീഡിയോ KYC സമയത്ത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ഭാഗമേ കാണിക്കാൻ പറ്റൂ, വീഡിയോ റെക്കോർഡ് ആവത്തില്ല. അപ്പോൾ എന്നാലും ഞാൻ കാണിക്കാം. ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗെറ്റ് റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് 5 വർക്കിംഗ് ഡേയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം എഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ റീഡയറക്റ്റ് സ്റ്റാർട്ട് വീഡിയോ KYC കാളെന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ വരും. അതായത് ഇനി യോനോ ആപ്പ് വഴിയല്ല, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഗൂഗിൾ ക്രോമിലേക്ക് പോകും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഐ ആം റെഡി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. ഒറിജിനൽ പാൻ കാർഡും അതുപോലെ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ വലുതായിട്ട് ഒരു സിഗ്നേച്ചർ ഒപ്പ് നിങ്ങൾ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഹോൾഡ് ഓൺ ആയിട്ട് ഇങ്ങനെ കാണിക്കും. കുറേ സമയം കാണിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു സിഗ്നൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ജോയിനിങ് റൂം എന്ന് പറഞ്ഞ് വരും. നമ്മളെ ബാങ്കിൽ പോയാൽ നമ്മളേതെങ്കിലും ഒരാളെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ വീഡിയോ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ ഇതുപോലെ കാണിക്കുക. അപ്പോൾ ബാങ്കിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കും നിങ്ങളുടെ പേരെന്താണ്, അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് ഒരു ഫോട്ടോ ഇതുപോലെ എടുത്ത് കാണിക്കാൻ പറയും. നിങ്ങളുടെ സിഗ്നേച്ചറും ഇതുപോലെ കാണിക്കണം, ആധാറിൻ്റെത് കാണിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് മാത്രമായിരിക്കും പറയുന്നത്, പാൻ കാർഡും ഒരു സിഗ്നേച്ചറും ആയിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ ടൈപ്പ് ചെയ്ത പാൻ കാർഡിൻ്റെ അല്ലെ ആധാറിൻ്റെ നമ്പരൊക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുമ്പോൾ വീഡിയോ KYC കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം 5 വർക്കിംഗ് ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID പാസ്വേഡും യോനോ ആപ്പിന് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഞാൻ നേരത്തെ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഓപ്ഷൻ വന്നില്ലേ, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പരും നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസർ IDയും പാസ്വേഡ് യോനോ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്ബുക്കും വീട്ടിൽ കിട്ടുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ATM കാർഡും വീട്ടിൽ വരുന്നതാണ്. ഇത് 0 ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.